പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുത്ത ആൾക്കാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം വിഷമതകളെയും വേദനകളെയും കർത്തൃദിവസത്തിന് സമർപ്പിക്കേണ്ട സമയമാണിത്. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഓരോ തരം പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരീക്ഷ കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോരോ ആവശ്യത്തിന് വേണ്ടി കർത്താവ് സാമ്പത്തികമായ ഇത് ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരും അതിന് വ്യത്യസ്തമായ ഡേറ്റുകൾ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും ആ ഡേറ്റിനുള്ളിൽ നടന്നില്ലെങ്കിൽ അത് വലിയ വിഷയമായി മാറാൻ സാധ്യതയുള്ള എല്ലാവരെയും ഇപ്പോഴും അങ്ങേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ കർത്താവെ, അതേസമയം തന്നെ കർത്താവെ, എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ബന്ധങ്ങൾ, കേസുകൾ, വഴക്കുകൾ, ഭിന്നതകൾ, തെറ്റായ പ്രണയങ്ങൾ, അതിലെല്ലാം എല്ലാം കർത്താവ് അനുഭവിക്കുന്ന കുടുംബങ്ങൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ, അവൻ്റെ കണ്ണുനീരുകൾ കർത്താവ് അംഗീകരിപ്പിക്കുന്നു. വിവാഹിതരായവരിൽ തന്നെ ഉണ്ടാക്കുന്ന ഭിന്നതകൾ, അവർ തമ്മിൽ നിലനിൽക്കുന്ന കേസുകൾ, അതുമൂലം ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെ തകർച്ചകൾ, കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനങ്ങൾ, എൻ്റെ ഈശോയെ, വാശിയിലും വൈരാഗ്യത്തിലും മത്സരത്തിലും പെട്ടുപോയ ഒരു കർത്താവെ, അതിൻ്റെ വിജയത്തിന് വേണ്ടി കർത്താവെ അന്ധമൂകരായി കർത്താവെ പ്രവർത്തിക്കുന്നവർ കർത്താവെ, അതിന് വേശം വൈരാഗ്യം ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ഭാഗം ശരിയാണെന്ന് ന്യായീകരിക്കാൻ വേണ്ടി കർത്താവെ എല്ലാ എനർജികളും ഉപയോഗിക്കുന്നവർ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭിന്നിച്ച കുടുംബങ്ങൾ, തകർന്നുപോയ കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ കർത്താവെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോഴേ കർത്താവ് ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ ലഭിച്ചവരും പ്രഗ്നൻ്റ് ആയവരെയും കർത്താവെ നിന്റെ തിരുമുറുതും വലതുകരെ അവിടെ ഉദരങ്ങൾ സ്പർശിച്ച് കർത്താവെ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ കർത്താവ് ആരോഗ്യത്തിൽ പ്രസവിക്കുന്ന അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവ്. അതുപോലെ തന്നെ കർത്താവ് മക്കളില്ലാത്തവർ വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഈശോ അൾത്താരിൽ അവരുടെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുമായി അൾത്താരക്കറ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബം പോറ്റാൻ ജോലിയില്ലാത്തവർ, മക്കളുടെ മുമ്പിൽ കർത്താവെ അഭിമാനത്തിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ കടത്തിലും സാമ്പത്തിക അവസ്ഥകളിലും പെട്ടുപോയ മാതാപിതാക്കന്മാരെ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ സങ്കടം അനുഭവിക്കുന്നവർ, കൊടിയ വേദന അനുഭവിക്കുന്ന അവരെല്ലാം കർത്താവ് ഇപ്പോഴും ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ചൊരിയട്ടെ. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എല്ലാ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മൗനമായിട്ട് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ധ്യാനത്തിലൂടെ അന്വേഷിക്കുന്നത് എങ്ങനെ വാഗ്ദാനം, ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെ പ്രാപിക്കാം. അഥവാ ദൈവവാഗ്ദാനം നമുക്കറിയാമല്ലോ. അതായത് എന്തുകൊണ്ടാണ് വാഗ്ദാനത്തെക്കുറിച്ച് പറയുന്നത്? നമുക്കുള്ള എല്ലാ ദാനങ്ങളും ഒരു മനുഷ്യൻ്റെ മെയിൻ്റെനൻസ്, ഭൗതികമായ അവൻ്റെ മെയിൻ്റെനൻസിന് ആവശ്യമായ എല്ലാ ദാനങ്ങളും സുവിശേഷം അതിനെ വാഗ്ദാനമെന്നാണ് പറയണത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ദാനങ്ങൾ വാക്കിൻ്റെ ഉള്ളിലൂടെ നൽകുന്നതിനാണ് വാഗ്ദാനമെന്ന് പറയണത്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദാനങ്ങളുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു പദ്ധതിയാണ്, പ്രാർത്ഥനയാണ്, പക്ഷെ ഒരു പ്രാർത്ഥന പദ്ധതിയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? ഈ വാക്കിലുള്ള ദാനങ്ങളെ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ദാനങ്ങൾ വാക്കിലുണ്ട്. ഈ വാക്കിലുള്ള ദാനങ്ങളെ വിശ്വസിച്ചും സ്നേഹിച്ചും പ്രത്യാശിച്ചും അതിനുവേണ്ടി കഷ്ടതകൾ സഹിച്ചു, അങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളാണ് ബൈബിളിലുള്ളത് വാഗ്ദാനങ്ങളെ പ്രാപിക്കാനുള്ള. അപ്പോൾ ചെറുതും വലുതുമായ വാഗ്ദാനങ്ങളുണ്ട്. ചെറിയ വാഗ്ദാനങ്ങൾക്കൊക്കെ വിശ്വാസം മതിയാവും. വിശ്വാസം ഇപ്പം നമ്മൾ ഗലാത്യർ 4-ാം അധ്യായമില്ലേ, 3-ാം അധ്യായം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം, 22-ാമത്തെ തിരുവചനം അല്ലേ? എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ കാര്യം, പാപമെന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഈശോയുടെ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവം ഈ പാപം എന്ന് പറയുന്ന വിഷയം എല്ലാവരെയും ബാധിക്കുന്നതാണ്. കാര്യം മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്നതെല്ലാം പാപമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചില്ലേ, അപ്പം അവൻ്റെ ആ മനുഷ്യത്വം എന്തുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മൃഗങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതല്ല മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും പാപമാണ്. അപ്പോൾ ഈ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ അവൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് അനിരീക്ഷണമായി ഓരോരോ കാലങ്ങളിൽ മനുഷ്യത്വം വ്യത്യസ്തപ്പെട്ടിരിക്കും അല്ലേ? ഇക്കാലങ്ങളിലുള്ള മനുഷ്യത്വം എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും നാൾ മനുഷ്യരാശി ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് സാംസ്കാരികമായ ഒരു എന്താണ് റിഫൈനിങ്, നമ്മളെ ശുദ്ധീകരണം, സാംസ്കാരിക ശുദ്ധീകരണം നടന്നതിന് ശേഷം ഇക്കാലം കിട്ടുന്ന മനുഷ്യത്വമാണ്. അപ്പോൾ പണ്ട് പലത് ശരിയായിരുന്നത് എന്ന് ഇപ്പം ശരിയല്ല. പണ്ട് ശരിയായിരുന്നത് അത് ആ കാലങ്ങളിൽ അത് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ശരിയല്ല. ഇപ്പം ജെൻഡർ ഇക്വാലിറ്റി ഇപ്പം മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പരിഗണനാ വിഷയമാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ
പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള തുല്യ അവകാശം. പണ്ട് 10,000 കൊല്ലം മുമ്പ് ഇതത്ര റെഫറൻസ് ഉള്ള പോയിൻ്റ് അല്ലായിരുന്നു. അപ്പോൾ പാപമെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യത്വത്തിനെതിരെ ഉണ്ടാകുന്ന കാര്യം. മനുഷ്യത്വത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് ഓരോരോ കാലങ്ങളിൽ റിഫൈൻ ചെയ്ത് വരുന്ന മനുഷ്യത്വങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, അതിന് വ്യത്യസ്തമായ ദൈവിക ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുമ്പോഴാണ് ഒരു മിസ്സിങ് ദ മാർക്ക് വരുന്നത്. ഇത് ഈ ഒരു സാഹചര്യത്തിനെ മനുഷ്യന് ഇങ്ങനെ മനുഷ്യത്വത്തിന് വിരുദ്ധമായി ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളിലേക്ക് മനുഷ്യൻ ചാഞ്ഞു നിൽക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന ഇന്നബിലിറ്റീസ്, അതിൻ്റെ ഒരു കുറവുകൾ, ഇത് പരിഹരിക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് ഒരു പരിധിവരെ പറ്റത്തുള്ളൂ, അല്ലേ? അതിന് നമുക്ക് ജുഡീഷ്യറി ഉണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പോലീസ് സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്ററുണ്ട്. ഇതൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലെല്ലാം നമുക്കറിയാം ആ വിധി ശരിയായില്ല എന്നെന്തുകൊണ്ടാണ് ചെറിയ പറഞ്ഞത്? ആ വിധി ശരിയായില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതിനകത്ത് എന്തോ ഒരു നീതിയുടെ ഒരു കുറവുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും ഈ മനുഷ്യരാശിയെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ കോടതികൾക്കും എല്ലാ കാലത്തും വിധി പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള പരാധീനതയും പരിമിതികളും അവിടെയും ഒരു മനുഷ്യനാണ് പ്രവർത്തിക്കുന്നത്, അതുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന എവിടെയാണ്? ഈശോ പറഞ്ഞത് എന്താണ്? വിധിയെല്ലാം മനുഷ്യപുത്രന് വിട്ടേക്കാൻ പറയും. കാര്യം ലോകത്തിലെ കോടതിയിലുണ്ടെങ്കിലും ശരി, അത് ചിലപ്പോൾ പാളിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫാക്ട്സുകൾ കിട്ടാനുള്ള ഫാക്ട്സുകൾ ചിലപ്പോൾ ഒളിക്കപ്പെടും, ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ വിധികൾക്കെല്ലാം ചില സമയത്ത് ഒരു മുടന്തനൊക്കെ കാണാം. ചില പെർഫെക്റ്റ് വിധികളായിരിക്കും. പക്ഷെ എന്തായാലും ശരി, ഒരു പക്ക ആൻസർ അല്ല ഇതൊന്നും. അപ്പം അതുകൊണ്ട് പാപവും മനുഷ്യന് സമ്പൂർണമായ പരിഹാരം അറിയാൻ കഴിയണത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിധിയെല്ലാം മനുഷ്യപുത്രനെ വിട്ടേക്കാൻ പറയും. കാര്യം എന്താണ്? വിധിയാളനായി വരണത് മനുഷ്യപുത്രൻ. അക്കാലങ്ങളിലാണ് കള ഏതാണ് വിള ഏതാണെന്നൊക്കെ പറയണത്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ട് ക്രിസ്തുവിനെ മസ്റ്റ് ആക്കുന്നത് എന്താണ്? പാപമാണ്, പാപ സാഹചര്യങ്ങളാണ്. അഥവാ ക്രിസ്തുവിനെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറാനും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് ക്രിസ്തു, അതാണ് ഇന്ന് വരെ ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? അത് എക്കാലത്തോടുമുള്ള ഒരു വെല്ലുവിളിയാണ്. കാര്യം അത്രയും തീർപ്പോടുകൂടി പറയാൻ ലോകത്തിലുള്ള ഒരു മതസ്ഥാപകനെയും പറ്റത്തില്ല. കാര്യം ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കപ്പെടുന്ന ആധ്യാത്മിക ബിംബങ്ങൾക്ക് പലപ്പോഴും അക്കാലങ്ങളിലുണ്ടാകുന്ന പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യത്വമാണ് പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കാലം സഞ്ചരിച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള മൂല്യങ്ങൾ അവർ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ ചിലപ്പോൾ കാലഹരണപ്പെട്ടു പോകും. ക്രിസ്തു അപ്പോഴും കാലഹരണപ്പെട്ടു പോകാതെ ഇരിക്കാൻ കാരണം അതാണ് ക്രിസ്തു എന്നും നിലനിൽക്കുമെന്നല്ലേ പറയുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12:34. അപ്പോൾ ജനക്കൂട്ടം ഏറ്റുപറഞ്ഞ് അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു ക്രിസ്തു എന്നേക്കും
നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ദൈവവചനത്തിൻ്റെ ഒരു നിലപാട് ക്രിസ്തു എന്ന് പറയുന്ന ആ അഭിഷേക ദൈവിക യാഥാർത്ഥ്യം, ദൈവസത്വം കാലത്തിൻ്റെ ഒപ്പം ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ ക്രിസ്തുവിലാണ് എല്ലാം സംസ്കരിക്കപ്പെടുന്നതും വിശുദ്ധീകരിക്കപ്പെടുന്നത്. അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയം ക്രിസ്തുവാണ്. കാര്യം എന്താണ്? ഉടമ്പടിയുടെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം എന്താണ്? ക്രിസ്തു രൂപപ്പെടുത്തി വരിക എന്നുള്ള, ക്രിസ്തു രൂപപ്പെട്ടു വരാൻ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന. യേശുവേ, ഞങ്ങളെ വിശുദ്ധിപ്പിക്കുന്ന എല്ലാ ശക്തികളും ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പൊ ക്രിസ്തു ഫോം ചെയ്യുക എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. ക്രിസ്ത്യാനി എപ്പോഴും, പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനത്തിലിരിക്കുന്നവരെ, നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആൾക്കാരാണ് ആധ്യാത്മികതയിൽ. കാരണം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ നിയോഗം എന്താണ്? ക്രിസ്തു തന്നെയാണ്. കാര്യം ക്രിസ്തുവിനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ അവൻ എല്ലാം, കാര്യം നമ്മൾ ആദ്യം അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ, ക്രിസ്തു എല്ലാമാണെന്ന്. കാര്യം എന്താണ്? ഇപ്പോൾ കൊളോസ്യൻസിൻ്റെ 3:11 ഇടയ്ക്ക് നമ്മൾ പറയുന്ന ഉടമ്പടിയുടെ ബേസ്മെൻ്റാണത്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എല്ലാം കൊളോസ്യസ് 3:11 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ രഹസ്യമായ യേശുക്രിസ്തുവിനെ ഉടമ്പടിയിലൂടെ അതിന്റെ പദ്ധതി പ്രാർത്ഥനകളിലൂടെ ഞങ്ങൾ നേടിയെടുക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, മരിയ കുഞ്ഞുമോൻ, എറണാകുളം ജില്ലയിൽ ആലങ്ങാട് നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് 6 വർഷമായിട്ട് ഹെരണ്യയുടെ അസുഖമുണ്ടായിരുന്നു. അത് പിന്നെ എപ്പോഴും ട്യൂബ് ഇടണമായിരുന്നു. എപ്പോഴും ട്യൂബ് മാറ്റണം, ട്യൂബ് ഇടണം. ഇതിങ്ങനെ വേദന വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ട്യൂബ് ഇട്ടാലും വേദന കുറയുന്ന അവസ്ഥയില്ല. അങ്ങനെയായിരുന്നപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറയാമെന്നും പറഞ്ഞ് ഉടമ്പടിയിൽ വെച്ചു. അത് മുഖേന ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടി തേനും കൊടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ ട്യൂബ് ഇടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 28 വർഷമായിട്ട് എനിക്ക് നട്ടെല്ലിന് തേയ്മാനവും യാതൊരു പണിയും ചെയ്യരുതെന്ന് ഡോക്ടർമാരെല്ലാം വിധി എഴുതി. ആലുവയിലും പറവൂരും എല്ലാ ഡോക്ടർമാരും പറഞ്ഞ് യാതൊരു പണിയും ചെയ്യരുതെന്ന്. അവസാനം
ജീവിക്കാൻ മാർഗമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഹോസ്പിറ്റലിൽ അറ്റൻഡറായി ജോലി എടുക്കുകയായിരുന്നു. എല്ലാ സന്ദർഭങ്ങളിലും നല്ല വേദന വരുമെങ്കിലും ഞാൻ നേരത്തെ മുതലേ കർത്താവിൽ വിശ്വസിക്കുകയും ഞാൻ പോട്ടയിൽ പോകുകയും ധ്യാനം കൂടുകയും ചെയ്തിരുന്നതാണ്. എങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഈ നട്ടലിലൊക്കെ നടക്കാൻ പാടായിരുന്നു. കാല് വളഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. ഒട്ടും കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയും വേദനയുമായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച് തൈലം പുരട്ടി പ്രാർത്ഥിച്ച് തേനും കഴിച്ചതിൻ്റെ ഫലമായി അതും പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വെച്ച് ഒരാഴ്ച വരെയും ഭയങ്കര പ്രശ്നമായിരുന്നു. ആരോ കാലെ പിടിച്ച് വലിക്കുന്നത് പോലെ അനുഭവപ്പെടുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ കാലും എൻ്റെ വളഞ്ഞിരുന്നിരുന്നു. ഈ ഇടത്തെ കാലം ഒട്ടും നിവർക്കാൻ പറ്റാത്ത അവസ്ഥ, ഈ ഇടത്തെ വശം തളർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഈ കൈയും പൊങ്ങാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഈ എളി അവിടുന്ന് എന്തോ ഇങ്ങനെ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടായി. ഇപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അതുപോലെ എൻ്റെ ചേച്ചിക്ക് 12 വർഷക്കാലമായിട്ട് ഈ ഗ്യാസിന് സംബന്ധമായ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് ചേച്ചിയുടെ പേര് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചിക്ക് ഇപ്പോൾ യാതൊരുവിധ വിഷയവുമില്ല, പൂർണ്ണ സൗഖ്യം ആയെന്ന് പറഞ്ഞു. അതേപോലെ എനിക്ക് 2 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. ഒരു മകന് 20,000 രൂപ ലോൺ എടുത്തു കൊടുത്തിട്ട് എൻ്റെ മകളെടുത്തു കൊടുത്ത് ഞാൻ ജാമ്യം നിന്ന് എനിക്ക് 56,000 രൂപ എൻ്റെ പേരിൽ പലിശ അവരെടുത്തു. എന്നിട്ട് എനിക്ക് അടയ്ക്കാൻ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വീണ്ടും അതിനുള്ള അനുഗ്രഹം തന്ന് ഇപ്പോൾ ആ 2 ലക്ഷം രൂപയും കടം വീട്ടി. അങ്ങനെയുള്ള ഈശോയ്ക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് സുനി, ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ദൈവത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദിയും സ്തുതിയും പറയുന്നു. ഞാൻ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019. അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി 2020 മെയ് 2-ാം തീയതി എടുത്തു. ഞാൻ ഗൾഫിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ 2022 നവംബർ 23-ാം തീയതി നാട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം വെച്ചിരുന്നു. 45 വർഷമായ മദ്യപാനമാണ്. ഞാൻ അറിവിൽ ചേച്ചി എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞ് 10 വയസ്സുള്ളപ്പോൾ മുതൽ മദ്യപിക്കുന്നതാണെന്ന് പറഞ്ഞ് അറിവുണ്ടായിരുന്നു. മദ്യപാനം, വീട്ടിലുപദ്രവം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മക്കളെയും എന്നെയൊക്കെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി നേർച്ച വസ്തുവായ ഉപ്പ്, ചായയാണ് മെയിനായിട്ട് കുടിക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാരയിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ട് ഞാൻ തിരിച്ചു പോയി, ദുബൈയിലേക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് മാറ്റമൊന്നും ഉണ്ടായില്ല. വീണ്ടും ഞാൻ മാർച്ച് 5-ന് തിരിച്ച് നാട്ടിൽ വന്നു 2022. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് മാതാവിൻ്റെ ഉപ്പ് ഞാൻ ഭർത്താവ് ഉപയോഗിക്കുന്ന പഞ്ചസാരയിൽ ഇട്ട് വെച്ചു. അത് ചായ കുടിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മാർച്ച് 24-ന് തിരിച്ച് വീണ്ടും പോയി. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഒരു തുള്ളി മദ്യപിക്കുകയോ പുകവലിക്കുന്നുണ്ട്, തീർത്തും ഉപേക്ഷിച്ചില്ല, എങ്കിലും വളരെയധികം കുറഞ്ഞു. ചെയിനായിട്ട് വലിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പോൾ വളരെയധികം കുറഞ്ഞു. പിന്നെ എന്നോടും മക്കളോടുമൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാനോ വീട്ടുകാര്യങ്ങൾ പറയാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അപ്പം തന്നെ വളരെയധികം ദേഷ്യപ്പെടുമായിരുന്നു. ഇങ്ങോട്ട് പറയുന്നതെല്ലാം കേൾക്കണം, നമ്മൾ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ലായിരുന്നു. വളരെ വളരെ വിഷമിച്ചാണ് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഞാൻ മിനിങ്ങാന്നാണ് നാട്ടിലെത്തിയത്. ഇവിടെ ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഭർത്താവിനെ മദ്യപാനത്തിൽ നിന്ന് അമ്മ രക്ഷിച്ചു തന്നതിന് അമ്മയുടെ പരിപൂർണമായ
ഇടപെടൽ കൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇന്ന് ഭർത്താവിനും വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വേറെ ഒരു തടസ്സം വന്നുകൊണ്ട് മാത്രമാണ് വരാതിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകൻ 3 മാസം മുമ്പ് ദുബൈയിലേക്ക് വന്നു. 3 മാസം ജോലിയില്ലാതെ അവൻ റൂമിൽ തന്നെ ഇരുന്നു. തിരിച്ച് അപ്പോൾ ഇവിടെ വിസയുടെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് കയറ്റിവിടേണ്ട രീതിയായി. അപ്പം ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ അവിടുത്തെ സമയം 2:45 എണീറ്റ് ചെല്ലുമായിരുന്നു. എന്നും ചെല്ലും. മക്കളെയും ഭർത്താവിനെയും കുടുംബത്തിനെയും ബന്ധുക്കളെ എല്ലാവരെയും സമർപ്പിച്ച്, എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. രാത്രിയിലും അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ അമ്മയുടെ ഉടമ്പടി പുസ്തകം എടുത്ത് കുരിശ് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഉടമ്പടി പുസ്തകം എൻ്റെ നെഞ്ചോട് ചേർത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അമ്മേ, എൻ്റെ മകനെ തിരിച്ച് നാട്ടിലേക്ക് വിടാൻ ഇടവരുത്തരുതേ, എത്രയും വേഗം അവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. തിരിച്ചു പോരാൻ 3 ദിവസം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് അവനൊരു ഇൻ്റർവ്യൂ വന്നു. ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. ഇപ്പം ജോലി ചെയ്യുന്നു നല്ല രീതിയിൽ. 2019 ഞാൻ ആദ്യമായിട്ട് ദുബൈക്ക് പോയത്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു.